എല്ലാവർക്കും മോണോലൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മണികണ്ഠൻ, SAP Business One ഫംഗ്ഷൻ കൺസൾട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SAP Business Oneൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെയുള്ളൊരു സെറ്റിങ്സാണ് നമ്മൾ ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത്. ആ സെറ്റിങ്സിൻ്റെ പേരാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സ്. SAP Business Oneൽ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, കാരണം അതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡോക്യുമെൻറ്റ് സെറ്റിങ്സിൻ്റെ പ്രാധാന്യം SAP Business Oneൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു SAP Business Oneനകത്ത് നമ്മൾ കമ്പനിയുടെ ഓരോ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവരെ ഇൻവെൻറ്ററി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സൈഡിലുള്ള കുറേ എൻട്രീസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ഡോക്യുമെൻറ്റ്സ് ത്രൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ സെറ്റിങ്സ് നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഓരോ ഡോക്യുമെൻറ്റ്സിനും സെപ്പറേറ്റ് സെറ്റിങ്സ് ഉണ്ട് SAP Business Oneൽ. അതൊന്ന് അറിഞ്ഞിരിക്കുക, അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്താണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് SAP Business Oneൻ്റെ ഹോം സ്ക്രീനാണിത്. സ്ക്രീന് കാണാൻ അതിൽ അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളിൽ സിസ്റ്റം ഇനീഷ്യലൈസേഷനിൽ ഡോക്യുമെൻറ്റ് സെറ്റിങ്സ്, ഇതാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാനുള്ള പാത്ത്. അതായത് അഡ്മിനിസ്ട്രേഷൻ, സിസ്റ്റം ഇനീഷ്യലൈസേഷൻ, ഡോക്യുമെൻറ്റ് സെറ്റിങ്സ്. ഓക്കെ, ഇതാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സിൻ്റെ പേജ് വരുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ടല്ലേ. ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അൺടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ഡ്രോപ്പ് ഡൗൺസും, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓരോ ടിക്കിനും ഓരോ അൺടിക്കിനും ഓരോ ഡ്രോപ്പ് ഡൗണിലെ ഓരോ ഓപ്ഷൻസിനും ഇതിനെല്ലാം ഇതിലൊരു മീനിങ് ഉണ്ട്, ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഡിസേബിൾ ചെയ്യുക, എനേബിൾ ചെയ്യുക, അതാണ് ഈ ഡോക്യുമെൻറ്റ് സെറ്റിങ്സിൻ്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 രീതിക്കാണ് മേജറായിട്ട് സെറ്റിങ്സ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ടോട്ടൽ സിസ്റ്റം, അതായത് SAP Business One എന്ന സിസ്റ്റത്തിനെ മുഴുവനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സാണ് ഈ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തത് പെർ ഡോക്യുമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് ഇവിടെ കണ്ടോ. ഈ ലിസ്റ്റിനകത്ത് നമുക്കിവിടെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കാണാം. ക്യാപിറ്റലൈസേഷൻ, ഡിപ്രീസിയേഷൻ, റൺ, സെയിൽസ് കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി, റിട്ടേൺ റിക്വസ്റ്റ്, റിട്ടേൺ എന്നിങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സിന് സെപ്പറേറ്റ് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ പെർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കിതിൽ പ്രധാനപ്പെട്ട സെറ്റിങ്സ് എന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ജനറൽ ടാബ്. ഈ ജനറൽ ടാബിന് അണ്ടറിൽ കാണുന്ന കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഇതൊന്നുമില്ല, നമ്മൾ ഒരു സെയിൽസ് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഈ സെയിൽസ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഭമുണ്ടല്ലോ. അതായത് ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭമുണ്ട്. ഈ ലാഭം എന്ത് പ്രൈസിൽ നിന്ന് നമുക്ക് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് 2 രീതിയിലുള്ള പ്രൈസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റിന് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മൾ കൊടുക്കുന്നൊരു പ്രൈസ് ലിസ്റ്റുകളുണ്ട്, മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് പ്രൈസിൽ നിന്ന് നമ്മളെ സിസ്റ്റം ആ സെയിൽസിൻ്റെ പെർട്ടിക്കുലർ സെയിൽസിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കണ്ടോ, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് ആസ് എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിൽ അതായത് SAP Business Oneൽ ഒരു സെയിൽസ് ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിൽസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ട്, ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അത് എത്രയാണെന്ന് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 ചെക്ക് ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് പ്രൈസ്, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ബേസ് പ്രൈസ്. ഈ ഒരു കണ്ടീഷൻ, ഇതിലേത് കണ്ടീഷൻ വെച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്
ഡോക്യുമെൻറ്റ്സ് റിമാർക്ക് ഇൻക്ലൂഡ്, അതായത് ഓരോ ഡോക്യുമെൻറ്റ്സിനും റിമാർക്ക് ഉണ്ടായിരിക്കും. ഈ റിമാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഡോക്യുമെൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ആ നോട്ട് ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ഡോക്യുമെൻറ്റ് റിമാർക്സ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ടോ റിമാർക്ക്, ഇത് നമുക്ക് ഒരു നരേഷൻ പോലെ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ എന്ത് ഇൻഫർമേഷൻ വരണം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇത് ഓരോ ഡോക്യുമെൻറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റെസ്പോൺസ് ടു G&L അക്കൗണ്ട് ബാലൻസ് ഔട്ട്സൈഡ് ദ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമുക്കിതിലൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന ലെഡ്ജറിന് ഇത്ര വാല്യൂ മതി എന്നുള്ള രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു ട്രാൻസാക്ഷൻ നടത്തും, ഒരു പർട്ടിക്കുലർ ലെഡ്ജർ ഉണ്ട്, ആ ലെഡ്ജറിനകത്ത് പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ ട്രാൻസാക്ഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. റെസ്ട്രിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം ഒരു വാർണിംഗ് ആക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ ആ റേഞ്ചിലൂടെ ചെയ്തു പോകാനും പറ്റും. അതായത് ആ റേഞ്ചിലൂടെ എൻട്രി പാസ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെക്സ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്, റെസ്പോൺസ് ടു റിലീസ് റെസിപ്റ്റ് ഓഫ് ഇൻവെൻട്രി ഔട്ട്സൈഡ് ദ ഡിഫൈൻഡ് റേഞ്ച്. അതായത് നമ്മൾ ഇൻവെൻട്രിക്ക് നമ്മളൊരു റേഞ്ച് സെറ്റ് ചെയ്ത് വയ്ക്കും ഒരു വെയർ ഹൗസിൽ. അതായത് റേഞ്ച് മീൻസ് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെയർ ഹൗസിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുവാണ്. ഒരു പർട്ടിക്കുലർ എ എന്ന വെയർ ഹൗസിൽ ആപ്പിൾ എന്നൊരു ഐറ്റം ഉണ്ട്. ഈ ആപ്പിൾ എന്ന ഐറ്റം നമുക്ക് ഇൻവെൻട്രിയിൽ ചുരുങ്ങിയതൊരു 10 എണ്ണം വേണം. എന്നാൽ ഒരു 50 എണ്ണത്തിന് കൂടാനും പാടില്ല. മനസ്സിലായോ? ചുരുങ്ങിയതൊരു 10 എണ്ണം വേണം, എന്നാൽ 50 എണ്ണത്തിന് കൂടാനും പാടില്ല. അപ്പോൾ ഇങ്ങനൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു കേസ് നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡോക്യുമെൻ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അത് ആ ഇൻവെൻട്രി ലെവലിനെ എങ്ങനെ ബേസ് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ് ആക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. വിത്തൗട്ട് വാണിംഗ് ഓൺലി ബ്ലോക്ക് റിലീസ് ആൻഡ് റെസിപ്റ്റ്. അതായത് വാണിംഗ് ഇല്ലാതെ ആ ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാം. അതായത് വാണിംഗ് ഇല്ലാതെ SAP Business Oneലെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാൻ കഴിയും. ദെൻ വാണിംഗ് ഓൺലി, ജസ്റ്റ് ഒരു വാണിംഗ് നോട്ടിഫിക്കേഷൻ പോലെ ഒരു വാണിംഗ് കൊടുക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നു, അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് നെഗറ്റീവ് ഇൻവെൻട്രി ബൈ വെയർ ഹൗസും ഉണ്ട്, കമ്പനി ഉണ്ട്. നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുക SAP Business Oneൽ എപ്പോഴും യൂസ് ചെയ്യുക ബ്ലോക്ക് നെഗറ്റീവ് ഇൻവെൻട്രി ബൈ വെയർ ഹൗസ് എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് ഇൻവെൻട്രി ബൈ വെയർ ഹൗസ് മീൻസ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു ആപ്പിളിൻ്റെ കേസ് പറഞ്ഞു. ഈ ആപ്പിൾ നമ്മളെ വെയർ ഹൗസിനകത്ത് ഇപ്പോൾ ഒരു 10 ആപ്പിൾ ഉണ്ട്. ഈ 10 ആപ്പിൾ 2 പേര് 5 വെച്ച് വാങ്ങുകയാണ്. അപ്പോൾ എത്രയായി? 5 വെച്ച് വാങ്ങുമ്പോൾ അപ്പോൾ 10ആയി. അപ്പോൾ നമ്മളെ വെയർ ഹൗസിനകത്ത് 10 ആപ്പിളുണ്ട്. ആദ്യം ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഒരു 5 ക്വാണ്ടിറ്റി വാങ്ങുകയാണ്. അപ്പോൾ 5 നമ്മളിൽ നിന്ന് ഔട്ടായി, സെല് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ വെയർ ഹൗസിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ബാക്കി 5 ഉണ്ട്. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണ്. ഈ ബി എന്ന് പറയുന്ന ആൾക്കും നമ്മൾ 5 ക്വാണ്ടിറ്റി സെല് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ 10 ക്വാണ്ടിറ്റി സെല് ചെയ്തു. നമ്മളെ വെയർ ഹൗസിനകത്ത് 0 ക്വാണ്ടിറ്റിയാണുള്ളത്. മൂന്നാമതും ഒരാൾ വരികയാണ്, 2 ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് സി എന്നൊരു വ്യക്തി വരികയാണ്. അപ്പോൾ ഇയാൾക്ക് ആക്ച്വലി സെയിൽ ചെയ്യാൻ നമ്മളെ സിസ്റ്റത്തിൽ സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. കാരണം 10 ഉള്ള സ്റ്റോക്കിൽ 5 വെച്ച് 2 പേര് വാങ്ങി. മൂന്നാമത് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സ്റ്റോക്കില്ല, കാരണം നമ്മൾ സ്റ്റോക്ക് സെല് ചെയ്ത് തീർന്നിട്ടുണ്ട്. അങ്ങനത്തെ കേസിൽ ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റണോ വേണ്ടയോ എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്റ്റോക്കില്ലാതെ സെല്ല് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെയിൽസ് നടക്കത്തില്ല. അൺടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ SAP പറയുന്നത്, അല്ലെങ്കിൽ SAP Business Oneൽ നമ്മളെപ്പോഴും അത് ടിക്കാക്കി വയ്ക്കണം. അതായത് നെഗറ്റീവ് സ്റ്റോക്കിൽ നമുക്ക് ബില്ല് ചെയ്യാൻ അലോ ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റൗണ്ടിങ് മെത്തേഡ് എന്നുള്ളതാണ്. റൗണ്ടിങ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സും നമ്മൾ റൗണ്ട് ചെയ്യും. അതായത് ഡോക്യുമെൻറ്റിൻ്റെ ടോട്ടൽ റൗണ്ട് ചെയ്യും. ആ റൗണ്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത് ബൈ കറൻസി ബൈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, പിന്നെ നെക്സ്റ്റ് മേജറായിട്ട് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡോക്യുമെൻറ്റ് വിത്ത് ഏർലിയർ പോസ്റ്റിംഗ് ഡേറ്റ്, അലോ ഫ്യൂച്ചർ ഡേറ്റ്. ഈ 2 ഓപ്ഷനാണ്. ഈ 2 ഓപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മളൊരു സിസ്റ്റത്തിൽ, ഒരു സ്റ്റാഫ് സിസ്റ്റത്തിൽ എൻട്രി ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്ന് 5/5/2023 എന്നുള്ളൊരു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നത്തെ ഡേറ്റിലുള്ള എൻട്രി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഡോക്യുമെൻറ്റ് വിത്ത് ഏർലിയർ പോസ്റ്റിംഗ് ഡേറ്റ്, അതായത് അയാൾക്ക് 5-ാം തീയതിയാണ് ഇന്ന്, ഡേറ്റ് 5 അവർക്ക് 4/3/2 എന്നുള്ള പിന്നോട്ടുള്ള ഡേറ്റിന് എൻട്രി പാസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതിനാണ് ബ്ലോക്ക് ഡോക്യുമെൻറ്റ് വിത്ത് ഏർലിയർ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അലോ ഫ്യൂച്ചർ പോസ്റ്റിംഗ് ഡേറ്റ്, അതായത് ഇന്ന് 5-ാം തീയതിയാണ്, ഡേറ്റ് 5 അവർക്ക് 6, 7, 8 എന്നുള്ള മുകളിലേക്കുള്ള ഡേറ്റ്, 5-ന് മുകളിലേക്കുള്ള ഡേറ്റിന് എൻട്രി പാസ് ചെയ്യാൻ കഴിയരുത്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അലോ ഫ്യൂച്ചർ പോസ്റ്റിംഗ് ഡേറ്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സിൽ മേജറായിട്ട് വരുന്ന സെറ്റിങ്സ് ഉള്ളത്. പിന്നെയും സെറ്റിങ്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ മറ്റൊരു മേജറായിട്ടുള്ള സെറ്റിങ്സാണ് ഡിസ്പ്ലേ ക്യാൻസലേഷൻ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ക്യാൻസലിംഗ് മാർക്കറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ആഫ്റ്റർ പോസ്റ്റിംഗ്. അതായത് ഈ ഓപ്ഷനാണ് മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ക്യാൻസലിംഗ് മാർക്കറ്റിംഗ് ഡോക്യുമെൻറ്റ് ബിഫോർ ഓർ പോസ്റ്റിംഗ് ഡേറ്റ്. അതായത് നമ്മൾ 5 എന്ന ഡേറ്റിനൊരു ഡോക്യുമെൻറ്റ് SAPക്കകത്ത് പാസ് ചെയ്തു. ആ ഡോക്യുമെൻറ്റ് തെറ്റിക്കഴിഞ്ഞു, ആ ഡോക്യുമെൻറ്റ് നമ്മൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്കത് തിരുത്തണം. അപ്പോൾ SAP Business Oneനെ സംബന്ധിച്ചിടത്തോളം ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. എഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യണമല്ലോ. ആ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ആ ഡോക്യുമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കറക്റ്റായിട്ട് പുതിയൊരു ഡോക്യുമെൻറ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത്, നമ്മൾ 5 എന്ന ഡേറ്റിനൊരു ഡോക്യുമെൻറ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആ ഡോക്യുമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ എത്ര ദിവസം പിന്നോട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ 5 കഴിഞ്ഞു, നമ്മളൊരു 10-ാം തീയതിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ എൻ്റർ ചെയ്ത ഡോക്യുമെൻറ്റ് തെറ്റാണെന്ന്. അപ്പോൾ നമുക്ക് 5 to 5 അവിടെ ഒരു 5 days കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 5 days കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡോക്യുമെൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പോകുമ്പോൾ മാക്സിമം എത്ര ഡേറ്റ് പിന്നോട്ടുള്ളത് വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡേയ്സ് കൊടുക്കുന്ന ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ, മാക്സിമം എത്ര ഡേറ്റും പിന്നോട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു 10 നമ്പർ ഓഫ് ഡേയ്സ് 10 ആണ് കൊടുക്കുന്നത് വെച്ചാൽ മാക്സിമം കറണ്ട് ഡേറ്റ് മുതൽ 10 days പിന്നിലേക്കുള്ളത് വരെ പിന്നിലേക്കുള്ള ഡോക്യുമെൻറ്റ് വരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ് സെറ്റിങ്സിൻ്റെ മേജറായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ടോട്ടൽ ഡാറ്റാബേസിനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ പേഴ്സൺസിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് പെർ ഡോക്യുമെൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പെർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് SAP സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഓരോ എൻട്രി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ ലിസ്റ്റിലുണ്ടോ സെയിൽസ് ഓർഡർ, അത് കമ്പനിയുടെ സെയിൽസ് ഓർഡർ എൻ്റർ ചെയ്യാനുള്ളൊരു ഡോക്യുമെൻ്റാണ്. അതുപോലെ AR ഇൻവോയ്സ്, കമ്പനിയുടെ സെയിൽസ് ഇൻവോയ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗുഡ്സ് റെസിപ്റ്റ് PO, കമ്പനിയുടെ പർച്ചേസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. AP ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഡോക്യുമെൻറ്റ്സിനും സെപ്പറേറ്റ് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഡോക്യുമെൻറ്റ്സ്, അത് നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ ഒരു ഡോക്യുമെൻറ്റിൽ വേണം എന്നുള്ളത് നോക്കുക. നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് കൂടുതലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പല ഡിസേബിൾ എനേബിൾ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഇത് ഓരോ ആവശ്യാനുസൃതം യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് മേജറായിട്ട് വരുന്നത്. ഇതാണ്.
ഇതുകൂടാതെ അപ്പോൾ SAP ബിസിനസ് വണ്ണിൽ ടോട്ടൽ വരുന്ന സെറ്റിങ്സ് മനസ്സിലായില്ലേ? ഒന്ന് കമ്പനി സെറ്റിങ്സ്, അത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ജനറൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. ഇത് നമുക്ക് ജനറൽ സെറ്റിങ്സ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ് സെറ്റിങ്സിനെ പറ്റിയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ വേണ്ടവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. SAP ബിസിനസ് വണ്ണിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.